എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്യൂട്ടിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. Amrutweni Dandruquet, the ultimate dandruff solution. Juton LED wishing you a Merry Christmas and Happy New Year. Juton LED. ശബരിമല സ്വർണ്ണ കവർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് പ്രേക്ഷകർക്കറിയാം. അന്നത്തെ ദേവസ്വം മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. കടകംപള്ളിക്ക് കൂടി കുരുക്ക് മുറുകുന്നതോടെ CPM എല്ലാ അർത്ഥത്തിലും പ്രതിരോധത്തിലാകുകയാണ്. നമുക്കപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പരിശോധിക്കേണ്ടതുണ്ട്. വിറ്റുവോ വിശ്വാസം? ശബരിമല സ്വർണ്ണ കവർച്ചയിൽ മുൻ ദേവസ്വം മന്ത്രിയും CPM നേതാവുമായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രന് കുരുക്ക് മുറുകുകയാണ്. SIT വീണ്ടും കടകംപള്ളിയെ ചോദ്യം ചെയ്യും എന്നാണ് ലഭ്യമാകുന്ന വിവരം. അതേസമയം പങ്കജ് ഭണ്ഡാരിയെയും അതോടൊപ്പം തന്നെ ഗോവർദ്ധനെയും കസ്റ്റഡിയിൽ ലഭിക്കുവാനുള്ള അപേക്ഷ ഇന്നിപ്പോൾ SIT കോടതിയിൽ സമർപ്പിക്കുകയുമാണ്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ഇതിൻ്റെ വിശദാംശങ്ങൾ നൽകാൻ തയ്യാറാണ്. പ്രശാന്ത്, ഈ കടകംപള്ളി സുരേന്ദ്രൻ CPMൻ്റെ ഒരു മുതിർന്ന നേതാവാണ്, അന്നത്തെ ദേവസ്വം മന്ത്രിയാണ് ഈ സ്വർണ്ണ കവർച്ച നടക്കുന്ന സമയത്തൊക്കെ. അപ്പോൾ സ്വാഭാവികമായും ഒരു തവണ ചോദ്യം ചെയ്യൽ കഴിഞ്ഞിരിക്കുന്നു, വീണ്ടും SIT ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു എന്ന് പറയുമ്പോൾ കടകംപള്ളി അകത്തേക്കാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം പത്മകുമാറും N വാസുവും ഒക്കെ പിടിക്കപ്പെടുന്ന സമയത്ത് തന്നെ നെക്സ്റ്റ് നമ്പർ കടകംപള്ളി എന്നത് സംബന്ധിച്ചുള്ള ധാരാളം റിപ്പോർട്ടുകൾ വന്നതാണ്. പക്ഷേ ആ ഘട്ടത്തിൽ അന്വേഷണം ഒന്ന് മന്ദഗതിയിലായിരുന്നു. എന്നാൽ ഹൈക്കോടതിയുടെ വളരെ രൂക്ഷമായ വിമർശനം ഉണ്ടാകുന്ന ഘട്ടത്തിൽ വീണ്ടും ഇപ്പോൾ ഉഷാറായിരിക്കുകയാണ് അന്വേഷണം. അപ്പോൾ കടകംപള്ളി കൂടി ജയിലിലേക്ക് പോകുന്ന പശ്ചാത്തലമുണ്ടായാൽ എത്രത്തോളം കനത്ത പ്രതിരോധത്തിലാകും CPM-ഉം ഇവിടുത്തെ സർക്കാർ സംവിധാനവും? ഗൗതം, കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു എന്നതറിഞ്ഞത് മുതൽ തന്നെ, അല്ലെങ്കിൽ ആ വാർത്ത പുറത്തു വന്നത് മുതൽ തന്നെ CPM പ്രതിരോധത്തിലാണ്. പ്രതീക്ഷിച്ചത് തന്നെയാണ് കടകംപള്ളിയുടെ ചോദ്യം ചെയ്യലും. കാരണം 2018-19 കാലയളവിൽ ഈ സ്വർണ്ണ കവർച്ച നടക്കുന്ന ആ കാലയളവിൽ ദേവസ്വം മന്ത്രിയായിരുന്നു കടകംപള്ളി. അതുകൊണ്ട് തന്നെ കടകംപള്ളിയുടെ ചോദ്യം ചെയ്യൽ ഉണ്ടാകും എന്നത് ഉറപ്പായിരുന്നു. എന്തുകൊണ്ട് വൈകി എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതായത് അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു വൈകുന്നൊരു സാഹചര്യമുണ്ടായി. അത് എന്തെങ്കിലും ഇടപെടൽ കൊണ്ടാണോ ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ സംശയവും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ശനിയാഴ്ചയാണ് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്ത് ആ വിവരശേഖരണം നടത്തുകയും ചെയ്തു. എന്നാൽ ആ വിവരശേഖരണത്തിൽ ഇപ്പോൾ SIT തൃപ്തരല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇനിയും ചോദിച്ചറിയുന്നുണ്ട്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ കടകംപള്ളി സുരേന്ദ്രൻ നടത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ, അതോടൊപ്പം കഴക്കൂട്ടം ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെ പല കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. മാത്രമല്ല കടകംപള്ളിയിൽ നിന്നും ശേഖരിച്ച മൊഴി, ആ മൊഴിയിൽ പ്രാഥമികമായിട്ട് ഈ അന്വേഷണ സംഘം വിശ്വാസത്തിൽ എടുത്തിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യം ചെയ്യൽ, ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇടപെടലുണ്ടോ, സാമ്പത്തികമായിട്ടുള്ള ഇടപെടലുണ്ടോ, മറ്റ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം, നേരത്തെ ചിത്രങ്ങളടക്കം പുറത്തു വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളടക്കം നേരത്തെ പുറത്തു വന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സമഗ്രമായ രീതിയിൽ ഇത് കടകംപള്ളി സുരേന്ദ്രനും ഈ കേസുമായി ബന്ധപ്പെട്ട ഇതെല്ലാം സമഗ്രമായ രീതിയിൽ അന്വേഷിക്കാനാണ് ഇപ്പോൾ അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനും ഒഴിച്ചുകൂട്ടാൻ വയ്യാത്തൊരു ഘടകമായിട്ട് തന്നെ നിൽക്കുകയാണ്. കാരണം ഈ സ്വർണ്ണ കവർച്ചയിൽ അറസ്റ്റിലായവരെല്ലാവരും CPM നേതാക്കളാണ്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ അടക്കമുള്ളവരാണ് ഈ കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കടകംപള്ളി സുരേന്ദ്രനും ഇതിലുള്ള പങ്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് SITയും സംശയിക്കുന്നത്. കാരണം അങ്ങനെയാണ് കേസിൻ്റെ നിലവിലെ ഒരു സ്ഥിതിഗതികൾ നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സാഹചര്യം നിലനിൽക്കെ കടകംപള്ളി സുരേന്ദ്രന് കൂടുതൽ ബന്ധങ്ങളുണ്ടോ, കേസുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. നേരത്തെ എടുത്ത മൊഴിയിൽ അന്വേഷണ സംഘം മുഖവിലിക്കെടുക്കുന്നതുമില്ല. എന്തായാലും ഇക്കാര്യങ്ങളിലെല്ലാം ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്കൊക്കെ കടക്കുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കാലയളവിലെല്ലാം ഈ കടകംപള്ളി സുരേന്ദ്രൻ്റെ ഇടപെടലുകളും ദുരൂഹമായി തന്നെ തുടരുകയാണ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അറസ്റ്റിലായവരെല്ലാവരും CPM നേതാക്കളാണ്, ദേവസ്വം ബോർഡ് മെമ്പർമാരാണ്, ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. അങ്ങനെ ഈ ദേവസ്വം ബോർഡ് മെമ്പർമാരും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും അടക്കം അറസ്റ്റിലാകുമ്പോൾ ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡ് മന്ത്രിക്കും സ്വാഭാവികമായി ഈ കേസിൽ അറിവുണ്ടായിരിക്കുമെന്ന് തന്നെയാണ്
അന്വേഷണ സംഘവും കരുതുന്നത്. കാരണം ദേവസ്വം ബോർഡ് മന്ത്രിയുടെ അറിവില്ലാതെ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനൊന്നും ഇത്തരത്തിലൊരു വലിയ സ്വർണ്ണക്കവർച്ച നടത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ പല തവണ പറഞ്ഞൊരു വിഷയം തന്നെയാണ് പത്മകുമാറിൻ്റെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ദൈവതുല്യരായിട്ടുള്ള ആൾക്കാർ എന്നൊരു പദം അദ്ദേഹം പ്രയോഗിച്ചിരുന്നു. ആ ദൈവതുല്യരായിട്ടുള്ള ആളുകളിലേക്കൊന്നും നിലവിൽ അന്വേഷണം എത്തിയിട്ടില്ല. കടകംപള്ളിയിലേക്ക് എത്തുന്നതോടുകൂടി തന്നെ കടകംപള്ളി അടക്കമുള്ള ദൈവതുല്യർക്ക് ഇനി അന്വേഷണം ദൈവതുല്യർക്ക് മുറുകുമോ എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത്. എന്തായാലും കടകംപള്ളി സുരേന്ദ്രനും ഈ കേസുമായി ബന്ധപ്പെട്ട ബന്ധമുണ്ട് എന്ന് തന്നെയാണ് SIT മനസ്സിലാക്കുന്നത് വേണം നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നത്, വീണ്ടും മൊഴിയെടുക്കാൻ വിളിപ്പിക്കുമെന്ന വിവരം കൂടി ലഭിക്കുന്നത്. എന്തായാലും ശബരിമല സ്വർണ്ണക്കവർച്ചയിലെ അറസ്റ്റിലാകുന്നവരും അതോടൊപ്പം തന്നെ പിടിയിലായവരും ജയിലിൽ കിടക്കുന്നവരും എല്ലാം CPM നേതാക്കളാണ് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്ത ബോർഡ് അംഗം തന്നെ പറഞ്ഞത് സഖാവ് പറഞ്ഞിട്ടാണ് എല്ലാം ചെയ്തത്, സഖാവ് പറഞ്ഞെടുത്തെല്ലാം ഞാൻ ഒപ്പിട്ട് കൊടുക്കുകയാണ് ചെയ്തത് എന്നാണ് N. വിജയകുമാർ പറഞ്ഞത്. അങ്ങനെ സഖാക്കന്മാരെല്ലാവരും കൂടെ ശബരിമലയെ തട്ടിപ്പ് കേന്ദ്രമാക്കി മാറ്റുന്നൊരു നിലയിലേക്ക് എത്തിച്ചു, ശബരിമലയെ കൊള്ളയടിക്കുന്ന നിലയിലേക്ക് എത്തിച്ചു. എന്തായാലും അത് തന്നെയാണ് പ്രശാന്ത്, ഇതിൽ ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ കൂടി നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഒരുപക്ഷെ ഹൈക്കോടതിയുടെ ഇത്തരം ഇടപെടൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഈ രീതിയിൽ അന്വേഷണം പോകുമായിരുന്നുവെന്ന് കരുതുക അസാധ്യമാണ്. എന്തായാലും ഹൈക്കോടതി ഇടപെടലോടുകൂടി ഇപ്പോൾ വീണ്ടും അന്വേഷണം കൂടുതൽ ശക്തമാകുന്നു. എപ്പോഴാകും കടകംപള്ളിയെ വീണ്ടും ചോദ്യം ചെയ്യലിന് വിളിക്കുക? വളരെ വേഗത്തിൽ തന്നെ ഉണ്ടാകുമോ? 1-2 ദിവസത്തിനകം കടകംപള്ളിയുടെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഗൗതം, തീർച്ചയായും അങ്ങനെ വേണം നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. എന്തായാലും കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരിക്കേണ്ടി വരും ഈ കേസിലൊരു കൂടുതൽ വ്യക്തതയിലേക്ക് എത്താൻ. എന്തായാലും കടകംപള്ളി സുരേന്ദ്രനും ഈ കേസുമായി ബന്ധപ്പെട്ട് വ്യക്തമായ പങ്കുള്ളതായിട്ട് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് രണ്ടാമതും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. ആ ചോദ്യം ചെയ്യൽ കൂടുതൽ കാര്യങ്ങൾ ഇനിയും, അതായത് ആദ്യം കടകംപള്ളിയിൽ നിന്നും എടുത്ത മൊഴിയും രണ്ടാമത് എടുക്കുന്ന മൊഴിയും തമ്മിൽ വൈരുദ്ധ്യമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളായിരിക്കും പ്രധാനമായിട്ടും പരിശോധിക്കുക. അതോടൊപ്പം തന്നെ കേസിലെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കും. മറ്റ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് നടത്തിയ രേഖകളടക്കം പരിശോധിക്കുമെന്നാണ്. ഫോൺ രേഖകളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് രേഖകളൊക്കെ SIT സ്വീകരിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഉൾപ്പെടെ പരിശോധിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ടത് നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ. ആ ഇടപെടൽ തന്നെയാണ് കേസിനെ നിലവിൽ കുറച്ചെങ്കിലും വേഗത്തിലേക്ക് നീക്കുവാൻ കഴിഞ്ഞത്. നമുക്കറിയാം, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ആ കാലഘട്ടത്തിലൊന്നും 1 മാസക്കാലം അന്വേഷണത്തിൻ്റെ ഭാഗത്തു നിന്നും അന്വേഷണമോ അറസ്റ്റ് നടപടികളോ ഒന്നും നടന്നിട്ടേ ഇല്ല. കാര്യമായിട്ട് ആരെയും ചോദ്യം ചെയ്യുന്നില്ലായിരുന്നു, അറസ്റ്റ് ഉണ്ടായിട്ടില്ലായിരുന്നു. ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടാണോ എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ സംരക്ഷിച്ച് നിർത്താൻ നടത്തുമ്പോൾ പോലും ഈ ഹൈക്കോടതിയുടെ ഭാഗത്ത്, അതായത് CPM നേതാക്കളെ സംരക്ഷിക്കാനുള്ള ഇടപെടൽ ഈ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയം നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും സമയാസമയങ്ങളിൽ നടക്കുന്ന ഒരു ഇടപെടൽ, ആ ഇടപെടലാണ് കേസിനെ ഗതിയെ തന്നെ മുന്നോട്ട് പോകുന്ന നിലയിലേക്ക് എത്തുന്നത്. ഈ ഡി മണിയുടെ ചോദ്യം ചെയ്യലായാലും ശരി, ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ചോദ്യം ചെയ്യുന്ന ആയാലും ശരി, ഇങ്ങനെ നിലയിലേക്ക് എത്താനുള്ള കാരണം മറ്റൊരു കാര്യമെന്ന് പറയുന്നത് മുൻ അതായത് കഴിഞ്ഞ തവണത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്താണ്. PS പ്രശാന്തിന്റെ കാര്യത്തിലും ചില സംശയങ്ങൾ അന്വേഷണ സംഘത്തിലുണ്ട്. PS പ്രശാന്തിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കടകംപള്ളി സുരേന്ദ്രന് കുരുക്ക് മുറുകുകയാണ്. വീണ്ടും SIT ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രശാന്ത് തുടരുക. ഡി മണിയെ ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ കൂടി പ്രശാന്ത് ശങ്കരമംഗലത്ത് തരണം. അതിനു മുമ്പ് ഈ കമന്റ് ബോക്സിലെ ചില പ്രതികരണങ്ങൾ നോക്കാം. സന്ദീപ് എന്നൊരു പ്രേക്ഷകൻ പറയുന്നത്, ദൈവതുല്യൻ ആരാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം, അദ്ദേഹം തിരുവനന്തപുരത്തെ ക്ലിബ് ഹൗസിൽ ഇരിപ്പുണ്ട് എന്നുള്ളതാണ്. അതെന്തായാലും രസകരമായൊരു പ്രതികരണമാണ്. മറ്റൊരു പ്രേക്ഷകൻ രാധാകൃഷ്ണൻ, അദ്ദേഹം പറയുന്നത്, കടകംപള്ളിയെ ചോദ്യം ചെയ്യാൻ മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് എങ്ങും എത്തില്ല, ചോദ്യം ചെയ്ത് വിട്ടയക്കും എന്നാണ് രാധാകൃഷ്ണൻ എന്ന പ്രേക്ഷകൻ്റെ പ്രതികരണം. ഒപ്പം ധാരാളം പ്രേക്ഷകർ പുതുവത്സര ആശംസകൾ ജനം TVക്ക് നേരുന്നുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സരാശംസകൾ നേരുന്നു. ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെയുള്ള ഒരു വർഷമാകട്ടെ പ്രേക്ഷകർക്ക് 2021. എന്തായാലും അത്തരം പ്രതികരണങ്ങൾ, സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളാണ് കൂടുതൽ കമൻറ്റ് ബോക്സിൽ എത്തുന്നത്. വീണ്ടും പ്രശാന്ത് ശങ്കരമംഗലത്തിലേക്ക് ഒരിക്കൽ കൂടി പോകുകയാണ്. പ്രശാന്ത്, ഈ ഡി മണിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നുവെന്നാണല്ലോ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മണിയുടെ തിരുവനന്തപുരം സന്ദർശനം അങ്ങേയറ്റം ദുരൂഹമാണ് എന്ന് SIT വ്യക്തമാക്കുന്നു. ഇയാൾ
പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉൾപ്പെടെ പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അങ്ങേയറ്റം ദുരൂഹതയുണ്ടാക്കുന്ന ഒന്നാണ്. കാരണം ഈ പഞ്ചലോക വിഗ്രഹം കടത്തിയതുമായി ബന്ധപ്പെട്ട ആണല്ലോ ഇയാൾ ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. അപ്പോൾ വീണ്ടും ചോദ്യം ചെയ്യൽ